വാഗമരങ്ങൾ പൂത്ത് തളർത്തു നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഗേറ്റിനകത്തേക്ക് വലത് കാൽ വെച്ച് കയറുമ്പോൾ കൈകൾ ആ അച്ഛൻ്റെ വലം കൈയിൽ മുറുകി. എന്താ കുട്ടി? പരവേശത്തോടെ വാർദ്ധക്യത്തിന്റെ അടയാളമായ ജരാനരകൾ ബാധിച്ച ആ അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ലപ്പാ. ചുളു വീണ കയ്യിൽ മുറുകെ പിടിച്ച കൈകൾ ഒന്ന് അയച്ചുകൊണ്ട് പറഞ്ഞു. പേടിയുണ്ടോ കുട്ടിക്ക്? മകളുടെ കണ്ണിലെ കൃഷ്ണമണികൾ നാലുപാടും വെപ്രാളത്തിൽ ചലിക്കുമ്പോൾ ചോദിച്ചു. ഏയ് ഇല്ലപ്പാ, ഇവിടെ ഞാൻ ആരെ പേടിക്കണം? ആ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞു ചിരിച്ചു. ശരിയാ, ഏതോ ഓർമ്മയിൽ ചുണ്ടുകൾ പുലമ്പി. എടാ ആദർശേ, നിതിൻ തോളിൽ തട്ടി വിളിച്ചു. ബുള്ളറ്റിന് മേലെ ഇരുന്ന് തല ഉയർത്തി നോക്കാതെ അവനെന്ന് മൂളി. ഷോ, ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ? പ്രവീൺ ഉറക്കെ ചോദിക്കുമ്പോൾ ആദർശ് തല ഉയർത്തി ചുറ്റിനും നിൽക്കുന്ന കൂട്ടുകാരെ നോക്കി. ഇവൻ ആദർശ് മേനോൻ, ബാംഗ്ലൂരിൽ പ്രമുഖ ബിസിനസ്സുകാരൻ ആനന്ദ് മേനോന്റെ ഒരേയൊരു മകൻ. നിങ്ങൾക്കിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഫോൺ ഓഫ് ചെയ്തു വെച്ച് കൂട്ടുകാരായ നിതിൻ്റെയും പ്രവീണിൻ്റെയും വരുണിൻ്റെയും മുഖത്തേക്ക് നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. ദേ, ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്. എന്തുമാത്രം സുന്ദരി മണികളാണ് വരുന്നത് നോക്കിയേ. എല്ലാവരും നോക്കുക, നീ മാത്രം ഈ ഫോണും തോണ്ടിയിരിക്കും, ഒരു സെൻസ് ഇല്ലാത്തവൻ. നിതിൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ആദർശിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. ഡാ, എൻ്റെ ഫോൺ. ഓ, നിന്റെ ആപ്പിള് എൻ്റെ കയ്യിലിരുന്ന് ഓറഞ്ച് ആവില്ല. ഫോൺ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് കുത്തി കയറ്റി നിതിൻ പറയുമ്പോൾ ആദർശ് ചിരിച്ചു. ഇപ്പോൾ ഞാൻ വായി നോക്കണം, ഇതല്ലേ ആവശ്യം? എനിക്ക് സൗകര്യമില്ല. ആദർശിൻ്റെ കടുത്ത സ്വരം. ദേടാ, ഒരു തട്ടവിട്ട സുന്ദരി, ഒന്ന് നോക്കിയാലോ? നിതിൻ്റെ കണ്ണുകൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്ന പെൺകുട്ടിയിലുടക്കി. ആദർശ് ചിരിച്ചു. ചെല്ല്, നന്നായിട്ട് കിട്ടും. നിന്റെ എല്ലൂരി എടുക്കും അതിൻ്റെ വീട്ടുകാർ. ആദർശിന്റെ കണ്ണുകൾ ആ പെൺകുട്ടിയിൽ പതിക്കുമ്പോൾ ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ പിള്ളേരെ? നിതിൻ ചോദിച്ചു. എന്തിന്? അടി മേടിക്കാനോ? ഞങ്ങളെ കിട്ടില്ല. പ്രവീണും വരുണും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോ തട്ടം വേണ്ട, വിടാം, തടി കേടാക്കണ്ട. നിതിൻ്റെ ദയനീയ ഭാവം. ആകാശ് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി. ഞാൻ ക്ലാസ്സിൽ പോവാ, നിങ്ങൾ വരുന്നില്ലേ? വരുന്നു. നമുക്കൊന്നും സെറ്റാവില്ല. മൂന്നും അവനൊപ്പം നടന്നു. ആദർശേട്ടാ, പിന്നിൽ നിന്നും ഉറക്കെയുള്ള വിളി. ഓ, അവൻ പല്ല് കടിച്ചു പിടിച്ചു, കണ്ണുകൾ മുറുകെ അടച്ചു. നിതിനും പ്രവീണും വരുണും ഒരുപോലെ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ മിഴിഞ്ഞു. ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് വേഷം, മുട്ടിനൊപ്പം ഇറക്കം, കാലിൽ വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഷൂ, ഇരുനിറം. ഇതേതാടാ ഈ പുട്ടിഭൂതം? ആദർശിനെ ഇവൾക്ക് എങ്ങനെ അറിയാം? മൂന്നും പിറുപിറുത്തു. ആദർശേട്ടാ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കാത്തവന് മുന്നിൽ നിന്നു. എന്നെ കൂടി കൊണ്ടുവരാമായിരുന്നു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. കൊഞ്ചും പോലുള്ള അവളുടെ സ്വരം, ശരീരഭാഷ. മൂന്ന് പേരും മിഴിഞ്ഞ കണ്ണോടെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ഡാഡിക്ക് കാറുണ്ടല്ലോ, അതിൽ വരുന്നല്ലേ നല്ലത്? അവന്റെ കടുത്ത സ്വരം. എനിക്ക് ബുള്ളറ്റ് കയറാൻ വലിയ ഇഷ്ടം. ഈവനിങ് എന്നെ കൂടി കൊണ്ടുപോകണം. ചുണ്ട് കൂർപ്പിച്ച് അവൾ പറയുമ്പോൾ ആദർശ് ദൂരേക്ക് നോക്കി നിന്നു. ബാക്കി മൂന്നിൻ്റെയും കണ്ണുകൾ അവളുടെ കൂർത്ത ചുണ്ടിലുടക്കി. അയ്യേ, ഇതെന്താടാ, കുതിരയെ പോലെ? ശേ, രഹസ്യം പോലെ നിതിൻ പറയുമ്പോൾ വരുണും പ്രവീണും ചിരി കടിച്ചു പിടിച്ചു. എന്തിനാ നീയൊക്കെ ചിരിക്കുന്നേ? അവളുടെ കടുത്ത സ്വരം, കൂർത്ത നോട്ടം. വരുണിൻ്റെയും നിതിൻ്റെയും പ്രവീണിൻ്റെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എൻ്റെ കൊച്ചേ, ഈ കോലം കണ്ടാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? വാട്ട്? അവളുടെ സ്വരം. വാട്ട്? ഇംഗ്ലീഷുകാരി കൊച്ചമ്മയാണോ? എന്നാ പറയാം. ഈ മുഖത്ത് വാരി തേച്ച പുട്ടി ഇത്തിരി വെള്ളവും ചേർത്ത് മുട്ടിന് താഴേക്ക് കൂടി പൂശിയിരുന്നേൽ കൊള്ളാമായിരുന്നു. ഇതിപ്പോ മഴവില്ലിന്റെ നിറം പോലെ, മുഖത്ത് നല്ല നിറം, ബാക്കിയെല്ലാം കുളം. നിതിൻ തമാശ പോലെ പറയുമ്പോൾ ദേഷ്യത്തോടെ അവൾ പല്ല് കടിച്ചു പിടിച്ചു. മൗനമായി നിൽക്കുന്ന ആദർശിന്റെ മുഖത്തേക്ക് നോക്കി. ഇവർ ആദർശേട്ടന്റെ ഫ്രണ്ട്സ് ആണോ? പെട്ടെന്ന് ചോദിച്ചു. എന്താ? അവന്റെ സ്വരം. ഈ സ്റ്റുപ്പിഡ്സ് പറഞ്ഞത് കേട്ടിട്ട് ഒന്നും പറയാത്തതെന്താ? അവനിലേക്ക് അടുക്കാനൊരുങ്ങുമ്പോൾ ആദർശ് ഒരടി പിന്നിലേക്ക് മാറി. ദേ അഞ്ജലി, ഇത് കോളേജാണ്, വീടല്ല, കടുപ്പത്തി പറഞ്ഞു. മൂന്ന് പേരുടെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ഷോ, കഷ്ടം, ആമ്പിള്ളേരെ കൊച്ചു കണ്ടിട്ടില്ല, പാവം. നിതിൻ കളിയാക്കലോടെ പറഞ്ഞു. മൈൻഡ് യുവർ വേർഡ്സ്, ഇതെൻ്റെ കസിനാ, എൻ്റെ വുഡ് ബി. അഞ്ജലിയുടെ സ്വരം ഉയർന്നു. അവർ മൂന്ന് പേരും ഒന്ന് ഞെട്ടി. മൗനമായി അഞ്ജലിയെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ആദർശിനെ നോക്കി. ആര് പറഞ്ഞു? നീയും നിന്റെ ഡാഡിയും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ ഇഷ്ടം വേണ്ടേ? പല്ല് കടിച്ചു പിടിച്ച് ആദർശ് ചോദിച്ചു.
ഞാൻ അടുക്കാൻ വരുമ്പോൾ ഒഴിഞ്ഞു മാറാതിരുന്നാ മതി. അങ്ങനെയാണേൽ പതിയെ പതിയെ ഇഷ്ടമാകും. ഇഷ്ടപ്പെടുത്തിക്കും ഞാൻ. അവളുടെ കണ്ണിലെ വശ്യമായ ഭാവം ആദർശ് പല്ല് കടിച്ചു പിടിച്ചു. അയ്യേ, വൃത്തികെട്ട പെണ്ണ്. അവള് ലതാടാ ഉദ്ദേശിച്ചത്. നിതിൻ അടുത്ത് നിൽക്കുന്ന 2 പേരോടുമായി രഹസ്യം പോലെ പറഞ്ഞു. അപ്പോ ഈവനിങ് കാണാം. അഞ്ജലി തിരിഞ്ഞു നടന്നു. എൻ്റെ പിന്നിൽ ഒട്ടിച്ചേർന്നിരിക്കാം എന്ന മോഹം വേണ്ട, നടക്കില്ല. പിന്നെ ഈവനിങ് നടന്നോ ബസ്സിലോ പോകേണ്ടി വരും. അതുകൊണ്ട് അങ്കിളിനെ വിളിക്കുന്നതാ നല്ലത്. കടുപ്പിച്ചു പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ തിരിഞ്ഞു നടന്നു. എടാ, 3 അവന് പിന്നാലെ ഓടി. വാഗമരത്തിന്റെ അരഭിത്തിയിൽ ചാടി കയറിയിരിക്കുന്നവനെ കൂർപ്പിച്ചു നോക്കി. എന്തായിപ്പോ, ക്ലാസ്സിൽ പോകുന്നില്ലേ? ഇല്ല. ആ ശവത്തിനെ കണ്ടപ്പോൾ പഠിക്കാനുള്ള മൂടും പോയി. ദേഷ്യത്തോടെ നിതിന് നേർക്ക് കൈ നീട്ടി. എന്ത്? അവൻ സംശയത്തിൽ ചോദിച്ചു. എൻ്റെ ഫോൺ താടാ പന്നി. ഒരിത്തിരി സമാധാനം കിട്ടുന്നത് അതിൽ നോക്കിയിരിക്കുമ്പോഴാ, ഗൗരവത്തിൽ പറഞ്ഞു. ഹാ, ഫോൺ തരാം. പക്ഷേ ഈ അഞ്ജലിയെ നിനക്ക് എങ്ങനെ അറിയാം? അത് പറയേ. അത് എൻ്റെ അമ്മയുടെ സഹോദരനില്ലേ, മുകുന്ദൻ അങ്കിൾ. ആ, അങ്ങേരെ അറിയാം. അയാളുടെ വീട്ടിലല്ലേ നീ താമസിക്കുന്നത്? പ്രവീൺ ഇഷ്ടക്കേടോടെ പറഞ്ഞു. ആ അങ്കിളിൻ്റെ മകളാണ് ഈ സാധനം. എൻ്റെ ദൈവമേ! നിതിൻ നെഞ്ചത്ത് കൈവച്ച് ഉറക്കെ വിളിച്ചു. ഈ പിശാച് നിന്റെ മേത്ത് കയറാൻ വരുവോടാ? ശ്വാസം വിടാതെ അവൻ ചോദിച്ചു. അവിടെ ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ടാ കോളേജിലേക്ക് വരുന്നത്. ദേ ഇപ്പൊ ഇവിടെയും. അവൻ്റെ ദേഷ്യത്തോടെയുള്ള സ്വരം. 3 പേരും ആദർശിനെ അരികിലായി ചേർന്നിരുന്നു. സാരമില്ലടാ, എല്ലാം ശരിയാകും. തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് നിതിൻ്റെ കണ്ണുകൾ ഗേറ്റ് ഭാഗത്തേക്ക് ചലിച്ചു. ദേ അത് നോക്കടാ, സ്ഥലം മാറി എന്ന് തോന്നുന്നു. ഇനി ക്ഷേത്രമാണെന്ന് കരുതിയോ ആവോ? നിതിൻ്റെ കൈവിരൽ അവൾക്ക് നേരെ നീണ്ടു. ശരിയാ, ഈ ഡ്രസ്സ് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് പെൺകുട്ടികൾ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കോളേജിൽ ഇതാദ്യാ, പ്രവീൺ പറഞ്ഞു. ഏതോ പട്ടിക്കാടാണ്, ദരിദ്രവാസി കൊച്ച. പക്ഷേ ഇപ്പോൾ കണ്ട അഞ്ജലിയേക്കാൾ കൊള്ളാം. നിതിൻ ഉറക്കെ പറയുമ്പോൾ ആദർശിൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ തല ഉയർത്തി അവരുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കി. മാമ്പഴ കളർ പട്ടുപാവാടയും മാമ്പഴ കളറിൽ കറുത്ത സ്ലീവുള്ള ബ്ലൗസുമാണ് വേഷം. കറുത്ത ഷോൾ വൃത്തിക്ക് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. കണ്ണുകൾ അവളിലൂടെ ഒന്ന് പാഞ്ഞു നടന്നു. അപ്പ പോയിക്കോ, രാവിലത്തെ പൂജ മുടങ്ങി. വൈകുന്നേരം പോയില്ലേൽ അത് പ്രശ്നമാകും. അയാൾ അമർത്തി മൂളി. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും 50ൻ്റെയും 10ൻ്റെയും നോട്ടും കുറച്ച് ചില്ലറകളും തപ്പിയെടുത്തു. അവളുടെ വലത് കൈവെള്ളയ്ക്കുള്ളിലേക്ക് വെച്ചു. മോളിത് കയ്യിൽ വെച്ചേക്ക്. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ സമയമാകുമ്പോൾ ഞാൻ വരാം. അതുവരെ. ദയനീയമായ അച്ഛൻ്റെ സ്വരം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കയ്യിലിരിക്കുന്ന കാശിലേക്ക് നോക്കി. അതിൽ നിന്നും കുറച്ച് കാശെടുത്തു. ബാക്കി അച്ഛൻ്റെ പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. ഇത് മതി. അങ്ങോട്ടേക്ക് പോകാൻ ബസ് കൂലി വേണ്ടേ? ഇല്ലേൽ എന്ത് ചെയ്യും? മകളുടെ ചിലമ്പിച്ച സ്വരം. അയാൾ പോക്കറ്റിൽ അമർത്തി പിടിച്ചു. അവളിലെ ഓരോ ഭാവവും ഒപ്പിയെടുക്കുമ്പോൾ ആദർശിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഹൃദയമൊന്ന് തണുത്ത് വിറയ്ക്കും പോലെ. അത് പട്ടിക്കാടല്ല, ഏതോ നാട്ടിൻ പുറത്തുകാരി. കടുപ്പത്തിൽ പറഞ്ഞ് അവൻ അരഭിത്തിയിൽ നിന്ന് ചാടി ഇറങ്ങി. വായി നോക്കിയത് മതി, പോകാം. 3 കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിൽക്കുമ്പോൾ ഇഷ്ടക്കേടോടെ പറഞ്ഞു. പോകാം. അവനൊപ്പം നടന്നു. എന്നാലും ആള് പൊളിയല്ലേ? നിതിൻ്റെ സ്വരം ചെവിക്കരിയിൽ. ആദർശിൻ്റെ മുഖം ഇരുണ്ടു. ദേ പന്നി, മിണ്ടാതെ വന്നോ, ഇല്ലേൽ എൻ്റെ വിധം മാറും. കടുപ്പത്തിൽ പറഞ്ഞ് ഡിഗ്രി 3rd ഇയർ ബ്ലോക്കിലേക്ക് നടന്നു. അപ്പ പോവുക. മകളുടെ തലമുടിയിൽ പതിയെ തഴുകി. കാച്ചെണ്ണ ബാഗിൽ വെച്ചിട്ടുണ്ട്. അടുത്ത മാസം വരുമ്പോൾ എണ്ണ കൊണ്ടുവരാം. തല നന്നായി തുവർത്തണം. കണ്ണുകൾ നിറയുമ്പോൾ അയാൾ വിങ്ങലോടെ പറഞ്ഞു. ഓഹ് എൻ്റെ അപ്പാ, ഞാൻ കുഞ്ഞു കുട്ടിയല്ല. ചിരിയോടെ പറയുന്ന മകളുടെ വീർത്തു വരുന്ന കവിൾത്തടത്തിൽ മൃദുവായി തഴുകി. ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ ദൂരേക്ക് എൻ്റെ കുട്ടിയെ മാറ്റിയത്, ഇല്ലേൽ? അയാൾ പറഞ്ഞു നിർത്തി. പൈസ കൊടുത്ത് ഒന്നും വാങ്ങി കഴിക്കില്ല എന്ന് അപ്പയ്ക്ക് അറിയാം. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ആഹാരം വയറ് നിറച്ച് കഴിക്കണം. അവൾ ചിരിയോടെ തല കുലുക്കി. ആ അച്ഛൻ തിരിഞ്ഞു നടന്നു. ഗേറ്റ് കടന്ന് മറയുന്ന അച്ഛനെ നോക്കി നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. ഇത് നക്ഷത്ര വാര്യർ, അച്ഛൻ രാമവാര്യർ. മുന്നിലേക്ക് നടക്കുമ്പോൾ കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന നീർമുത്തിനെ ഷോളിൻ്റെ തുമ്പാൽ അമർത്തി തുടയ്ക്കുമ്പോൾ 3rd ഫ്ലോറിൽ നിന്നും താഴേക്ക് നോക്കി നിന്നവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. അച്ഛൻ പോയതിനാണ് പാവാടക്കാരി കരയുന്നത്. ഉള്ള കുട്ടിയാണ് എന്ന് തോന്നുന്നു.
ചിരിയോടെ ആദർശിന്റെ ചുണ്ടുകൾ പുലമ്പി. ആ ചിരിയോടെ തന്നെ ക്ലാസ്സിന് ഉള്ളിലേക്ക് കയറി. എടാ എടാ ദേ ലവൻ, എന്തിനാ ചിരിക്കുന്നേ? ഇത് പതിവില്ലല്ലോ. നിതിൻ പറയുമ്പോൾ ബാക്കി രണ്ടും തലകുലുക്കി. സാർ എന്തിനാണാവോ ചിരിക്കുന്നത്? അടുത്തായിരിക്കുന്ന ആദർശിനെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് നിതിൻ ചോദിച്ചു. എന്താ, എനിക്ക് ചിരിച്ചൂടെ? ഓ ചിരിക്കാം. നിന്റെ വുഡ് ബിയെ ഓർത്താവും ചിരിച്ചത് അല്ലേ? ദേ നിതിൻ, ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. ആ ശവത്തിനെ ചേർത്ത് പറയരുത് പ്ലീസ്. ദേഷ്യത്തോടെ അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ഡിഗ്രി ഫസ്റ്റ് ഇയർ ബ്ലോക്കിലേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണിൽ ചെറിയൊരു പേടി നേളിച്ചു. ഇതാരാ, സാരിയൊക്കെ ഉടുത്ത് ടീച്ചറാണോ? ആൺകുട്ടികളുടെ വക കമന്റ്, അതിന് പെൺകുട്ടികളുടെ വക ചിരി ഉച്ചത്തിൽ ഉയർന്നു. അവൾ തല താഴ്ത്തി പിടിച്ചു മുന്നിലേക്ക് നടന്നു. കൈത്തണ്ടയിൽ ഒരു കൈയുടെ തണുപ്പ്. തല ചരിച്ചു നോക്കി. വാ ഇവിടെ ഇരിക്ക്, നിറഞ്ഞ ചിരിയോടെ പറയുന്ന ഒരു പെൺകുട്ടി. എൻ്റെ പേര് സൈറ, തൻ്റെ പേരെന്താ? തലയിലിട്ടിരിക്കുന്ന ഷോൾ ഒന്നുകൂടി നേരെ ഇട്ടുകൊണ്ട് ചോദിച്ചു. നക്ഷത്ര വാര്യർ. ഓ വാര്യരൂട്ടിയാണോ? സൈറയുടെ കുറുമ്പ് നിറഞ്ഞ ചോദ്യം. ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് താഴെ ഹാളിൽ പ്രോഗ്രാമുണ്ട്, നമുക്ക് പോകാം. അവൾ തല കുലുക്കി. നക്ഷത്ര സുന്ദരിയാണ് കേട്ടോ, തനിക്ക് ഈ ധാവണി നന്നായി ചേരും. അവൾ വീണ്ടും ചിരിച്ചു. ഈ ചിരി മാത്രമേ ഉള്ളൂ? അത് ശരിയല്ല കേട്ടോ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ സംസാരിക്കാം. സൈറ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഇത്രയും സുന്ദരിയായി ഞാനൊരുത്തി ഇവിടെ ഇരുന്നിട്ടും ഒരുത്തനും ഇങ്ങോട്ടും നോക്കുന്നില്ല. ഒരു പട്ടിക്കാട്ടുകാരി പട്ടുപാവാടായിട്ട് ഇറങ്ങും ആമ്പിള്ളേരെ വളച്ചെടുക്കാൻ. ഫ്രണ്ട് സീറ്റിലിരുന്ന് നക്ഷത്രയെ രൂക്ഷമായി നോക്കി അഞ്ജലി പിറുപിറുത്തു. ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാം നടക്കുമ്പോൾ ആദർശിന്റെ കണ്ണുകൾ ആരെയോ കാണാനുള്ള വെപ്രാളത്തിൽ ഹാള് ഫുള്ള പരതി നടന്നു. എടാ ദേ, ആ നാട്ടിൻപുറം തട്ടതിനൊപ്പം ഇവര് കൂട്ടായോ? പെട്ടെന്ന് നവീൻ ചോദിക്കുമ്പോൾ ആദർശിന്റെ കണ്ണുകൾ അവളിൽ ഉറച്ചു നിന്നു. പേരറിയാൻ എന്താ ഒരു മാർഗം? ഡ്രിം ചെയ്ത താടിയിൽ വിരലുകൾ ഒഴുകി നടന്നു. നീ ഹോസ്റ്റലിലാണല്ലേ? കോളേജ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ സൈറ ചോദിച്ചു. ഇവിടുന്ന് കുറച്ച് നടക്കണം. അവളുടെ പതിഞ്ഞ സ്വരം. നിനക്ക് ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞൂടെ പെണ്ണെ? ഇതിപ്പോ എന്താണെന്ന് കേൾക്കാൻ ഞാൻ നിന്റെ ചുണ്ടനങ്ങുന്നത് നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. നക്ഷത്ര ചിരിച്ചു. ഹാ ശരി, ദേ അതെന്റെ ബസ്സാ. ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും വേറെയില്ല. വീട്ടിലെത്താൻ ലേറ്റായാൽ ബാപ്പച്ചിയുടെ തല്ല് മേടിക്കണം. അപ്പൊ ബായ്. സൈറ ബസ്സിലേക്ക് കയറി. സൈറ. നക്ഷത്രയുടെ ചുണ്ടുകൾ പുലമ്പി. പതിയെ റോഡിന് സൈഡിലൂടെ മുന്നിലേക്ക് നടന്നു. മോളെ, ഉച്ചത്തിലുള്ള സ്വരം. അവൾ ഒന്ന് നിന്നു, മുഖം ചുളിഞ്ഞു. അപ്പ. വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി. വൈകുന്നേരങ്ങളിൽ കൂടാറുള്ള ചായക്കടയുടെ മുന്നിൽ അച്ഛൻ. അവൾ സന്തോഷത്തോടെ അയാൾക്ക് അരികിലേക്ക് നടന്നു. അപ്പ പോയില്ലായിരുന്നോ? ഇല്ല, എന്തോ പോകാൻ തോന്നിയില്ല. ചിരിയോടെ പറഞ്ഞ് തട്ടുകടക്കാരനെ നോക്കി. ഒരു ചായ, 2 പരിപ്പ് വട. നക്ഷത്രയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. വയറ്റിൽ പതിയെ തഴുകി. എൻ്റെ കുട്ടി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അച്ഛൻ്റെ ചോദ്യം. അവൾ തല താഴ്ത്തി നിന്നു. മുകുന്ദൻ്റെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദർശ് ബുള്ളറ്റിന് അരികിലേക്ക് നടന്നു. കാറ് അവനടുത്തായി ചേർത്ത് നിർത്തി. മോൻ വരുമ്പോൾ അഞ്ജുവിനെ കൂടി കൂട്ടിയിരുന്നേൽ ഞാൻ ഓഫീസിൽ നിന്നും ഇതുവരെ വരേണ്ടി വരുമായിരുന്നില്ല. സൈഡ് ഗ്ലാസ് താഴ്ത്തി അയാൾ പറഞ്ഞു. ഓ സോറി അങ്കിൾ, ഞാൻ ജിമ്മിലും കയറി താമസിക്കും. ഈ വർഷം മുതൽ ഷെഡ്യൂൾ ഒന്ന് മാറ്റി. ആദർശ് ചിരിയോടെ പറയുമ്പോൾ അയാൾ തല കുലുക്കി. ജിമ്മിൽ നിന്ന് നേരത്തെ വരില്ലേ ആദർശേട്ടാ? കാറിലേക്ക് കയറ് മുന്നേ അഞ്ജലി ചോദിച്ചു. അവൻ മറുപടിയൊന്നും പറയാതെ ബുള്ളറ്റിനരികിലേക്ക് നടന്നു. ഷോ, പെണ്ണ് ചമ്മി നാറി. നിതിനും പ്രവീണും വരുണും ബൈക്കിന് അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഛേ. അവൾ ഡാഷ്ബോർഡിൽ കൈമുഷ്ടി ചുരുട്ടിയിടിച്ചു. അയാൾ തല ചരിച്ച് മകളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. എന്തിനും ക്ഷമ വേണം, അതില്ലേൽ കാര്യം നടക്കില്ല. നിനക്ക് ആ സാധനമില്ല. കടുപ്പത്തിൽ മുകുന്ദൻ പറയുമ്പോൾ അഞ്ജലിയുടെ മുഖം ദേഷ്യത്തോടെ ചുവന്നു. ഡാഡി, ഇറ്റ്സ് ടു മച്ച്. അവനെ വീഴ്ത്താൻ പാടാ. ആദർശ് നമ്മൾ കരുതും പോലെ ഒരാളല്ല. ഹാ അല്ല, അതുകൊണ്ടാ നിന്നോട് അവനെ വളച്ചെടുക്കാൻ പറഞ്ഞത്. എൻ്റെ സഹോദരിയുടെ ലക്ഷങ്ങൾ വില വരുന്ന ആസ്തി അവൻ്റെ പേരില. പിന്നെ അവൻ്റെ തന്തയുണ്ടാക്കുന്ന കോടികൾ. എല്ലാത്തിനും അവകാശി ആ നരുന്ത് ചെക്കനാ. നീ ശ്രമിക്കുന്നില്ല, അതാ സത്യം. മുകുന്ദൻ്റെ കടുത്ത സ്വരം. ദേ ഡാഡി. അയാളുടെ നേർക്ക് അവൾ വിരൽ ചൂണ്ടി. ഒരു ഡാഡിയോട് പറയാൻ പാടില്ല, എന്നാലും പറയുക.
ഞാൻ അവനെ മോഹിപ്പിക്കുന്ന രീതിയിൽ നിന്ന് നോക്കിയതാ. പക്ഷേ ഒരു രക്ഷയില്ല. അവൻ ആണാണോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. ദേഷ്യത്തോടെ അവൾ കടപ്പല്ല് ഞെരിച്ചു പിടിച്ചു. ബായ് അളിയ, നാളെ കാണാം. കോളേജ് ഗേറ്റ് കടന്ന് ആദർശിന്റെ ബുള്ളറ്റ് മുന്നിലേക്ക് പാഞ്ഞു. അപ്പാ ചായ വേണ്ടേ? ചായ ചുണ്ടോട് ചേർത്തുകൊണ്ട് ചോദിച്ചു. ഞാൻ കുടിച്ചതാ. പെട്ടെന്ന് കടക്കാരൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. ദാ അപ്പാ, ഒരു പരിപ്പ് വട കഴിക്ക്. വേണ്ട, അത് പറ്റില്ല. ചിണുങ്ങലോടെ ഒരു പീസ് അച്ഛൻ്റെ വായിലേക്ക് വെച്ചു. ചായക്കടക്കാരൻ ചിരിച്ചു. കൈകൾ ആക്സിലേറ്ററിൽ അമരുമ്പോൾ വേഗത കൂടി. അവൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. പാവാടക്കാരി. ബുള്ളറ്റിൻ്റെ വേഗത കുറഞ്ഞു. ഹോ, അച്ഛൻ്റെ പെറ്റാണ്. അതാണ് കരഞ്ഞതിൻ്റെ കാരണം. നിനക്ക് ഈ പരിപ്പ് വട അത്രയ്ക്കിഷ്ടമാണോ പെണ്ണെ? മുരിഞ്ഞ പരിപ്പ് വട കടിച്ചെടുത്ത് സ്വാദ് ആസ്വദിച്ച് കഴിക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി ബുള്ളറ്റ് സൈഡൊതുക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ ഇളം പിങ്ക് നിറമാർന്ന അതരത്തിൽ ഉടക്കി. ഇതെനിക്ക് പണിയാവും. ചുണ്ടുകൾ പുലമ്പി.